ഒരുപാട് ആളുകളുടെ ആരാധനാ പുരുഷനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഒരു മികച്ച നേതാവായിട്ട് പല ആളുകളും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ട്രംപിൻ്റെ ചില തീരുമാനങ്ങൾ, ചില ഉത്തരവുകളൊക്കെ അതിലൊക്കെ എന്തെങ്കിലും വശപിശകുണ്ടോ എന്നും ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു നിലപാട്, ഒരു തീരുമാനം ട്രംപ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് തിരികെ വരൂ, പേപ്പർ സ്ട്രോ കടക്ക് പുറത്ത് എന്നാണ് ട്രംപ് പറയുന്നത്. നമുക്കറിയാം ലോകത്തെമ്പാടും പ്ലാസ്റ്റിക് പൊല്യൂഷൻ എത്രമാത്രം ആഘാതമാണ് നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. അതിനെതിരെയുള്ള കൃത്യമായ ബോധവൽക്കരണങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവ് പ്ലാസ്റ്റിക് തിരികെ വരൂ എന്ന് പറയുന്നത്. അമേരിക്ക പൊതുവെ വലിയ തരത്തിൽ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രമാണ് ശരിക്കും. എന്നുവെച്ചാൽ അവർ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു, ഉപയോഗം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുന്നു. അങ്ങനെയാണ് ത്രോ എവേ കൾച്ചർ എന്ന് പറയുന്നൊരു കൾച്ചർ ലോകത്തിന് സംഭാവന ചെയ്ത രാഷ്ട്രമാണ് അമേരിക്ക. യൂസ് ആൻഡ് ത്രോ. അതൊരു പുതിയ ചരിത്രമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ അങ്ങനെ ത്രോ എവേ കൾച്ചറിലേക്ക് വരികയും നമ്മളുടെ ഇവിടെയും അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതം വളരെ സുഭിക്ഷമായിട്ടും ആർഭാടകരമായിട്ടും നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. അവരുടെ ഉപഭോഗത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഉപഭോഗ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രകൃതിയിലേക്ക് വിക്ഷേപിക്കുന്നതായിട്ടുള്ള മാലിന്യങ്ങളുടെ അളവും വളരെ കൂടുതലാണ്. അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായി നടത്തുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അതിൻ്റെ ഫലമായിട്ട് ഈ കാലാവസ്ഥ ഉച്ചകോടിയും അതുപോലെ പരിസ്ഥിതി സംരക്ഷണ വേദികളിലുമൊക്കെ അമേരിക്കയ്ക്കെതിരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉയരാറ്. ആ ആരോപണങ്ങൾ ഒരു പരിധി ശരിയാണെന്ന് അവർക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. പക്ഷേ നേരത്തെ ഈ അമേരിക്കയാണ് ലോകത്തിൻ്റെ വിഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അല്ല, പ്രചരണമല്ല, ശരിക്കും അങ്ങനെ സംഭവിക്കുന്നതാണ്. കാരണം അന്തരീക്ഷത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് അറിയാലോ, ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന വാതകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ട്. നമ്മൾ മലയാളത്തിലെ അതിനെ ഹരിതഗൃഹവാതകം എന്ന് വിശേഷിപ്പിക്കും. ഇത് കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ്, മീഥൈൻ മുതലായിട്ടുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ നല്ല രീതിയിൽ ഉയരും. എന്നുവെച്ചാൽ താപനില നല്ല രീതിയിൽ ഉയരുകയും ഈ താപനിലയാണ് ആഗോളതാപനത്തിന് കാരണമായി തീരുന്നത്. ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞെല്ലാം ഉരുകയും നമ്മുടെ കടലിൻ്റെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞ ഉയരും. അത് ഉയർന്നതിൻ്റെ അമേരിക്കയിലെ പല പട്ടണങ്ങളും കുറേ വർഷങ്ങൾക്ക് ശേഷം വെള്ളത്തിൽ അമർന്നു പോകും എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിൻ്റെ അരി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ പകുതി പോകും. നമ്മളുടെ കൊച്ചി പോലെയുള്ള പ്രദേശങ്ങൾ പോലും വെള്ളത്തിൽ മുങ്ങിപ്പോകും. നമ്മളിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ ഇവിടെ ചില ദ്വീപുകൾ വെള്ളത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്ത് പല ദ്വീപുകളും വെള്ളത്തിൽ ആണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കഴിയുന്ന സമയത്ത് മനുഷ്യൻ നമ്മുടെ ഈ വൈപ്പിൻ പ്രദേശമൊക്കെ വെള്ളത്തിൽ മുങ്ങുമെന്നാണ് പറയുന്നത്, മനസ്സിലായില്ല? അതിൻ്റെ ഭാഗമായിട്ട് വലിയ ശബ്ദങ്ങൾ, പ്രതിഷേധങ്ങൾ ലോകത്തുനിന്ന് ഉയർന്നിട്ടാണ് ഈ പരിസ്ഥിതി സംരക്ഷണത്തിനും അതേപോലെ തന്നെ കാലാവസ്ഥ നിയന്ത്രണത്തിനുമൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ചെയ്തത് എന്താണ്? അയാൾ പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ പോലത്തെ ഒരു പ്രവൃത്തിയാണ് ഈ പ്ലാസ്റ്റിക്കിനെ തിരിച്ചുകൊണ്ടുവരുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈഡൻ്റെ സമയത്ത് ഈ പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് ഈ പേപ്പർ സ്ട്രോകളൊക്കെയാണ്. അതിനെയാണ് ട്രംപ് ഇപ്പോൾ നിർത്തലാക്കിയിട്ട് പ്ലാസ്റ്റിക്കിനെ. ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹം ഒരു ഭരണാധികാരിയേക്കാൾ ഉപരി അയാളൊരു ബിസിനസ്സുകാരൻ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധ്യതയും പ്ലാസ്റ്റിക്കിൻ്റെ ബിസിനസ്സിനും അതിനെക്കുറിച്ചാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സമൂഹത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സോഷ്യൽ കോസ്റ്റ് എപ്പോഴും പരിശോധിച്ചിട്ടാണ് ഭരണാധികാരികൾ സാധാരണ രീതിയിൽ അവരുടെ നയപരമായിട്ടുള്ള നടപടികളെല്ലാം മുന്നോട്ട് വെക്കുന്നത്. സോഷ്യൽ കോസ്റ്റ് ഇതുകൊണ്ട് എന്ത് സാമൂഹ്യ ചെലവുണ്ടാവും. സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന സമയത്ത് അതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് സമൂഹത്തിന് വൻ ദുരന്തം ഉണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത്. ആ ദുരന്തമാണ് ഈ സോഷ്യൽ കോസ്റ്റായിട്ട് കണക്കാക്കുന്നത്, അല്ലേ? അമേരിക്കയിൽ DDT എന്ന് പറയുന്ന സാധനം നിരോധിക്കുന്നു.
നിരോധിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു ശാസ്ത്രജ്ഞ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് മനസ്സിലാക്കിയത്? DDT നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മണ്ണിൽ ഒരിക്കൽ പോലും ലയിച്ചേരുന്നില്ല. മണ്ണിൻ്റെ ആ സ്വാഭാവിക ശേഷി നഷ്ടപ്പെടുത്തുകയും അതേപോലെ അതിൻ്റെ പ്രത്യുൽപാദനപരമായിട്ടുള്ള കഴിവിനെ നശിപ്പിക്കുകയും അത് അവിടെയുള്ള പ്രദേശത്തെ മുഴുവൻ മരുഭൂമി പോലെയാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നാണ്. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകത്തിലൂടെ ഈ കാര്യങ്ങൾ നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകമാണ്. അതൊക്കെ നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്ന പുസ്തകം കൂടി. ആ പുസ്തകത്തിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ലോകത്തിന് മുന്നിൽ വരുന്നത്. അമേരിക്കയിൽ നിന്നാണ് നമ്മൾ അത് പഠിക്കുന്നത്. അമേരിക്ക പല സ്ഥലങ്ങളിലും ഇതേപോലെ ഉള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടപടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കി. ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു ഭരണാധികാരിയായി മാറുകയാണോ ഡൊണാൾഡ് ട്രംപ്? അതായത് ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്, ഒപ്പം പ്രകൃതിക്കും അത് നല്ലതാണ്. പക്ഷേ ഇത്തരം രീതിയിലുള്ളൊരു ജീവിത രീതി പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പൊതുജനങ്ങൾക്കിടയിൽ തന്നെ പിന്നെ പരിസ്ഥിതി സൗഹൃദമായിട്ട് ജീവിക്കുക എന്തൊരു ബോറ് ജീവിതമാണത്? അങ്ങനെ ആളുകൾ പോലും ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അല്ല, പരിസ്ഥിതി സൗഹൃദം എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്ന വാക്ക് കുറേ കാലമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മൾട്ടിനാഷണൽസ് പോലും അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന് മുന്നിട്ട് നിൽക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ കൂടി അജണ്ടയായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ലോകത്ത് ഏറ്റവും വലിയ പരിസ്ഥിതി മലിനീകരണം നടത്തുന്നതായിട്ടുള്ള കമ്പനികൾ തന്നെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഞങ്ങൾ പരിസ്ഥിതി സൗഹൃദമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. ലോകത്തിൻ്റെ പരിസ്ഥിതി നശിപ്പിക്കുന്നവൻ ലോകത്തിന് മുന്നിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ് ഞാൻ പരിസ്ഥിതി സൗഹൃദനാണ് എന്നാണ്. അതൊരു അടവ് നയമാണ്. അത് അടവ് നയമാണ്. അവരുടെ കുറേ പൈസ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ചെലവഴിക്കും. ഇവിടെ CSR ഫണ്ട് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമുക്ക് കോവിഡ് കാലത്തും അതിനുശേഷവുമൊക്കെ അവരുടെ പരസ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സോപ്പ് ഉൽപ്പിക്കുന്ന കമ്പനി ഒരു സോപ്പ് വിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് 10 പൈസ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഗംഗാ നദിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ട് ആളുകളിലേക്കൊണ്ട് ഈ സാധനം വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വലിയ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? പൊല്യൂഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് നമ്മൾ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ട്രംപിന് അങ്ങനെയുള്ള യാതൊരു ജാടയുമില്ല. ട്രംപ് പറയുന്നത് പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ലോകത്തിന് നിലനിന്ന് പോകാനായിട്ട് പറ്റുന്നത്? അതുകൊണ്ട് പ്ലാസ്റ്റിക് തിരിച്ചു വരട്ടെ, കടലാസ് പോട്ടെ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന് ഒരു മടിയുമില്ല എന്തും ചെയ്യുന്നതിന്. വളരെ റിയൽ എസ്റ്റേറ്റ് കൺസെപ്റ്റുള്ള ഒരു മനുഷ്യൻ. എല്ലാ മേഖലയിലും അത് തന്നെ കാണും. ഗാസ കുറേ കഴിയുമ്പോൾ എന്തായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്? ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും, ഞാനല്ലെങ്കിൽ മാറ്റും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇതുവരെയും ലോകത്ത് ഒരു മനുഷ്യനും ചിന്തിച്ചിട്ടില്ല. പലസ്തീനിലെ ഗാസ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റും എന്ന് മറ്റൊരാളും ചിന്തിച്ചിട്ടില്ല. ട്രംപാണ് ചിന്തിച്ച്. ട്രംപ് നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് ഞാൻ. എൻ്റെ ഒരു പട്ടാളക്കാരനും അവിടെ ചെല്ലില്ല. പക്ഷേ ഇസ്രയേലുകാർ എനിക്കതെൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ച് തരും, അപ്പോൾ ഞാൻ അതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും. ഇങ്ങനെയൊക്കെ പ്രഖ്യാപനം നടത്തുന്ന യാതൊരു മടിയില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കേട്ട് ലോകം ഞെട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത്. പനാമ കനാൽ എന്ന് പറയുന്നത് ഞാൻ പെറുക്കിയെടുക്കും അല്ലേ? മെക്സിക്കോ ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ ഇനി മെക്സിക്കോ ഉൾക്കടലല്ല, അത് അമേരിക്കൻ ഉൾക്കടലാണ്. കാനഡ ഒരു രാജ്യമല്ല, നമ്മളുടെ 51ാം സംസ്ഥാനമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു മടിയുമില്ലാത്തതായിട്ടുള്ള ഒരു സ്ക്രൂപ്ലെസ് റൂളർ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അതാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്നത്. സ്ക്രൂപ്ലെസ് റൂളർ. അതെ.